ഹലോ ഹലോ, അവറാച്ചനല്ലേ? അല്ല. അല്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ ശരിയാവുന്നേ? നിങ്ങൾ ആരാണ്? ഞാൻ ആരെങ്കിലും ആവട്ടെ, അവറാച്ചനല്ലേ? മനുഷ്യ, ഞാൻ അവറാച്ചനല്ല, ഞാൻ മനുവാണ്. മനു മനു. പിന്നല്ലേ? എടാ കവത്തവറാനെ, നിന്റെ ഒച്ച കേട്ടാ എനിക്ക് മനസ്സിലാവില്ലേ? എന്റെ പൊന്ന് സഹോദര, ഞാനൊരു ദൂരയാത്ര കഴിഞ്ഞു വന്ന് കിടക്കുകയാണ്. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. നിങ്ങൾക്ക് നമ്പർ തെറ്റിപ്പോയതായിരിക്കും. നീ ഉറങ്ങുകയോ ഉറങ്ങാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു. നീ ആ കാറിന്റെ CC എന്താ അടയ്ക്കാത്തത്? ഏത് കാറിന്റെ? മനുഷ്യ, ഞാൻ മനുവാണെന്ന് പറഞ്ഞില്ലേ? ഐ ആം എ സയന്റിസ്റ്റ്. എന്തോ? ഞാനൊരു ശാസ്ത്രജ്ഞനാണെന്ന്. ശാസ്ത്രജ്ഞനോ? നീ എന്നാടാ കമത്തവറാനെ ശാസ്ത്രജ്ഞനായത്? നിന്റെ മറ്റവനാടാ കമത്തവറാൻ. അയ്യോ, എന്റെ തുടങ്ങിയോ രാവിലെ? ഇന്ന് ഏതാ കക്ഷി? യുറാനസോ, നെപ്റ്റ്യൂണോ, അതോ പ്ലൂട്ടോയോ? ഓ, വാല് നക്ഷത്രമായിരിക്കും. എന്നെ കൂടി ഒന്ന് കാണിക്കോ? വാല് നക്ഷത്രമല്ല, വാൽ നക്ഷത്രം. കോമറ്റ്. ഹാലീസ് കോമറ്റ്. വാല് മുളച്ചു വരുന്നതേ ഉള്ളൂ. ചുമ്മാ പുളുവടിക്കാതെ ഏട്ടാ. പകല് നോക്കിയ വാൽ നക്ഷത്രം കാണാൻ പറ്റില്ലെന്ന് പത്രത്തിലുണ്ടായിരുന്നല്ലോ. ആ ശരിയാ, ഞാനും ഏതോ പത്രത്തിൽ വായിച്ചിരുന്നു. ചേട്ടൻ കാരണം ഞാൻ എന്തുമാത്രം നാണം കിടുന്നുണ്ടെന്ന് അറിയാമോ കോളേജില്? വക്കീല് പരീക്ഷയും എഞ്ചിനീയറിംഗും ഒക്കെ പാസ്സായ നിന്റെ ചേട്ടൻ എന്താടി വെറും മാനം നോക്കിയായി പോയിന്ന എല്ലാരും ചോദിക്കുന്നത്. മാനം നോട്ടമല്ല, നീ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. വാന നിരീക്ഷണം, അസ്ട്രോണമി. ഈ സൗരയൂഥത്തിന്റെ രഹസ്യങ്ങളുടെ എല്ലാ ചുരുളുകളും ഒരു ദിവസം ഞാൻ അഴിക്കും. നീ കണ്ടോ? അഴിച്ചോ അഴിച്ചോ. മാനം നോക്കിയിരിക്കാതെ എയർപോർട്ടിൽ പോയതിന് അച്ഛൻ പറഞ്ഞു. ചേട്ടൻ ഡൽഹിയിൽ നിന്ന് വിളിച്ചിരുന്നു, കുട്ടികൾ എവിടുന്ന് പോകുന്നെന്ന്. ഫോർ എക്സാമ്പിൾ, ശനി അഥവാ സാറ്റേൺ, ദ പ്ലാനറ്റ് ഓഫ് മിസ്റ്ററി. അമേരിക്കക്കാരും റഷ്യക്കാരും തലകുത്തി നിന്നിട്ടും 13 ഉപഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ 14 ഞാൻ കണ്ടുപിടിച്ചു. സ്കൂളുള്ളപ്പോ 10 മണിയായാലും പായിൽ നിന്ന് എഴുന്നേക്കാത്തവനൊക്കെ ഇപ്പൊ അലാറം വെച്ച് എഴുന്നേക്കുന്നു, അതും അവധിക്കാലത്ത്. എന്ത് പറ്റിയടി നിന്റെ പിള്ളേർക്ക്? അപ്പുറത്തെ വീട്ടിലെ ശങ്കുൻ രേണു വരുന്നുണ്ടത്രേ. ഇനി ഒരു 2 മാസത്തേക്ക് ഉമ്മയുടെ പാട് കണ്ടവരുണ്ടാവില്ല. അച്ഛാ, ഇനി വയസ്സുകാലത്ത് ഇവിടുന്ന് തലയും കുത്തി താഴെ വീഴണോ? വയസ്സോ? ആർക്കാടി വയസ്സായത്? അല്ല, ഈ വയസ്സുകാലത്ത് എനിക്ക് ഇതൊക്കെ കാണേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ. അങ്ങനെ പറ. അച്ഛാ, ചേട്ടനെ ഒന്ന് വഴക്കു പറഞ്ഞേ. എന്താ കാര്യം? എയർപോർട്ടിൽ പോവാൻ പറഞ്ഞപ്പം പോവാതെ ചുമ്മാ ടെലിസ്കോപ്പിന്റെ മുന്നിൽ കുത്തിയിരിക്കുക. ഇന്നാരാ കക്ഷി? പ്ലൂട്ടോയാ? അല്ല, ഹാലീസ് കോമറ്റ്. അവനെ ഞാൻ പിടിച്ചോളാം. നീയേ ആ ലക്ഷ്മിയെ വിട്ട് കുറച്ച് നല്ല മീനൊക്കെ വാങ്ങിപ്പിക്ക്. പിള്ളേർക്ക് അവിടെ ഇതൊക്കെ കിട്ടുവോ?
ഉച്ചക്കുണ്ണ ഞാനും ഉണ്ടാവും. നിന്നെയൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നെങ്കിൽ എന്നെ വേണം അടിക്കാൻ. അമ്മച്ചിയൊക്കെ കഷ്ടമാ. ഡ്രസ് മാറണം 1.5 മണിക്കൂർ. എങ്ങോട്ടാടാ? എയർപോർട്ട്. മറ്റവനെവിടെ? വരുന്നുണ്ട്. എടാ നിക്കറിട്ടോണ്ട് പോടാ. എടാ എക്കുറി നിക്കറിട്ടോണ്ട് പോകാനാ പറഞ്ഞേ. എടാ എടാ അവിടെ നിൽക്കാൻ. പോടാ. ഈ ചെക്കനെ ഞാനിന്ന് എടാ ഇക്കുറി അവിടെ നിൽക്കാനാ പറഞ്ഞേ. എടാ അവിടെ നിൽക്കാൻ. അല്ല, ഇതാരിക്രു മോനോ? ഇതെന്ത് വേഷം? വാ വന്നേ, വാന്നേ. അവനെവിടെ ലോതർ? അവിടെ നിൽക്കടാ കുട്ടാ, അവിടെ നിൽക്കേ. ചേട്ടൻ ഇവിടുന്ന് പാടുണ്ടോ മോനെ? പോവല്ലടാ മോനെ. മോനെ ആ എടാ കുട്ടാ. എന്തായിരിക്കും? ഏലിയൻസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ, ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ്. ഹലോ, സ്പേസ് റിസർച്ച് സെന്റർ അല്ലേ? ഞാൻ മനുവാണ്. നമ്പ്യാറുണ്ട് അവിടെ? വന്നിട്ടില്ലേ? വന്നാ ഞാൻ വിളിച്ചൊന്നു പറയണേ. ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ട്. മനുങ്ങളെ അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇന്ത്യയിലെ ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തതാ. വി ആർ ഇൻ ഡേഞ്ചർ. എന്താടാ? ഹലോ, മനുങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് കൂവിയത്? കൂവിയതല്ലടാ, ഒരു ശാസ്ത്രജ്ഞന്റെ ആഹ്ലാദം. എന്തോന്ന്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. ഓ പിന്നെ എടാ, നമ്മുടെ ഭൂമിയുടെ നില അപകടത്തിലാകാൻ പോകുന്നു. അന്യ ഏതോ ഗ്രഹത്തിൽ നിന്ന് ചില ഭീകര ജീവികൾ ഭൂമിയെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടടാ, ഞാൻ കണ്ടു. ആഹാ, കുഴയുമല്ലോ. കുഴയും. പക്ഷെ കുഴയുന്നതിന് മുമ്പ് ഞാനൊരു നോബൽ സമ്മാനം അടിച്ചെടുക്കും. മനുവെങ്കിലേ ഏലിയൻസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ, ഈറ്റി, പാറ്റ, നമ്മുടെ പാറ്റ, ഭൂമിയെ തിന്നാൻ വരുന്ന പാറ്റ. ഹലോ, ഞാൻ കമത്ത പറയാനെങ്കിൽ മത്ത പറയാനൊന്നുമല്ല. ഞാൻ മനുവാണ്, മനു. നിന്റെ ശബ്ദം കേട്ടാ എനിക്ക് അറിഞ്ഞൂടാ. നീ ആ കാറിന്റെ സീറ്റ് അടച്ചില്ലല്ലോ. പിന്നെ ഇവല്ലായിലെ അമ്മ വന്നിട്ട് പോയോ? ഇല്ല, അവര് ചത്തുപോയി. ഇന്ന് അവരുടെ 16 അടിയന്തരമായിരുന്നു. മനു, മനു, മേ ഐ കം ഇൻ? ഇവനോടൊക്കെ ഫോർമാലിറ്റി കാണിക്കുന്ന എന്നെ വേണം ചവിട്ടാൻ. എടാ, പേടിച്ചു പോയല്ലോ. പേടിക്കും. നീ മാത്രമല്ല, എന്നെ കണ്ട ഈ രാജ്യത്ത് പലരും പേടിക്കും. എന്താ നിന്റെ ഭാവം? അച്ഛനിപ്പോ എന്താ വേണ്ടത്? രാവിലെ വന്ന് മനുഷ്യരെ പേടിപ്പിക്കുന്നു. എത്ര രൂപയുടെ കെമിക്കൽസാ വേസ്റ്റ് ആയെന്നറിയോ? ഓ പിന്നെ, ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലയോ കിടക്കുന്നത്.
സൾഫ്യൂറിക് ആസിഡ് എടുത്ത് നൈട്രിക് ആസിഡിൽ ഒഴിക്കുക, എന്നിട്ട് അതിനകത്ത് കുറച്ച് നവസാരം വാരിയിടുക, തിളപ്പിക്കുക, തണുപ്പിക്കുക, വീണ്ടും തിളപ്പിക്കുക, തണുപ്പിക്കുക. ഇതല്ലയോ ദിവസമുള്ള ഏർപ്പാട്? എന്താ നിന്റെ ഭാവം? കുട്ടികൾ എയർപോർട്ടിൽ വന്ന് ആരെയും കാണാതെ വിഷമിക്കും. നീ പോകുന്നുണ്ടോ ഇല്ലയോ? ഒന്നുമില്ല, ഇന്ന് ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റ് ആണ്. ലേറ്റോ? ഡൽഹി ഫ്ലൈറ്റ് അങ്ങനെ ലേറ്റ് ആകാറില്ലല്ലോ. നീ ഫോൺ ചെയ്ത് ചോദിച്ചോ? ഇന്ന് ഫ്ലൈറ്റ് ലേറ്റ് ആണ്. എടാ, ഫോൺ ചെയ്യാതെ അത് നീ എങ്ങനെ അറിഞ്ഞു എന്നാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ പിന്നെ എന്തിനാ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആണുങ്ങൾ കണ്ടുപിടിച്ച് ആണുങ്ങൾ ഉണ്ടാക്കിയ ടെലിഫോൺ ഈ വീട്ടിലുണ്ട്. ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. ആരെയാ കണി കണ്ടത്? ഡൽഹി ഫ്ലൈറ്റ് ലേറ്റ് ആണോ? എത്ര മിനിറ്റ്? 30 മിനിറ്റോ? താങ്ക്സ്. മുപ്പത് മിനിറ്റ് എന്നുള്ളത് ദാന്തങ്ങ് പോവും. പിള്ളേരോടൊന്ന് വിഷമിച്ചാ നിന്നെ ഞാൻ എന്താടാ അന്തോണി, നീ വലിയ കൃത്യനിഷ്ഠക്കാരനായിട്ട് 7 മിനിറ്റ് ലേറ്റ്? സാറേ, ഉടുതനെ ഇല്ലാതെ ഒരുത്തൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. ഇങ്ങോട്ടെങ്ങാനും വന്നോ? വന്നു. തുണിയും കൊടുത്തു. മനുവിന്റെ കൂടെ ഇപ്പൊ എയർപോർട്ടിൽ പോകും. കൂട്ടുകാർ വരുന്നു എന്ന് പറഞ്ഞപ്പോ പിള്ളേർക്ക് എന്ത് സന്തോഷമാണ്. ഇനി 2 മാസത്തേക്ക് തകർത്ത് വാരാമല്ലോ. സാറേ, വൈകിട്ട് കാണണം. നിർത്തി. കടം പറഞ്ഞുള്ള ചീട്ടുകളി നിർത്തി. രൊക്കം കാശുണ്ടോ? ഇല്ലല്ലോ. അത് കണക്കിൽ വെച്ചോ സാറേ, മാസാവസാനം തരാം. അതേ, നിന്റെ ഒലത്തിയ ബാങ്കിൽ വെച്ചാ മതി. മുട്ടിഞ്ഞ കള്ളക്കളി എങ്ങാനും തോറ്റ കടവും. ഒന്ന് വേഗം നടന്നു വേടാ. രാവണ കേട്ടോ, എന്താ ഇത്ര താമസിച്ചത്? ഫ്ലൈറ്റ് ലേറ്റ് ആണോ? അരമണിക്കൂർ. ഒരു പാർസൽ അയക്കാനുണ്ടായിരുന്നു. ഇടം എടുക്കാ, നീ അങ്ങ് വളർന്നു പോയല്ലോ. ഞാനും വളർന്നു. പിന്നെ വലിയ പെണ്ണായി പോയി. അങ്കിളും വളർന്നു, വയസ്സനായി പോയി. നിങ്ങളുടെ മുത്തശ്ശനും ഞാനും ഒരു പ്രായക്കാരാ. ഞാൻ വയസ്സനാണെങ്കിൽ അങ്ങേരും വയസ്സനാ, അല്ലേ ശങ്കു? വയസ്സിലാണെങ്കിലും ഞങ്ങളെ മുത്തച്ഛൻ നല്ല സ്മാർട്ടാ. അതെ. നീ എന്തിനാടാ അവനെ കരയിച്ചത്? മോൻ കരയണ്ട. കരയാതെ. കരയണ്ട. ഇക്രമോന് മാത്രമേ മുത്തശ്ശനോട് സ്നേഹമുള്ളൂ. അപ്പൊ എനിക്കോ? നീയോ? നീ കള്ളനാ. എന്നെ വയസ്സാന്ന് വിളിച്ചപ്പോ കറക്റ്റ് എന്ന് പറഞ്ഞാനല്ലോ നീ. അത് പിന്നെ കറക്റ്റ് അല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ മുത്തശ്ശ. ഞാൻ സ്കൂളിൽ മുത്തച്ഛനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാവോ? എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? കേരള പോലീസിലെ ഏറ്റവും സ്മാർട്ട് ഓഫീസറാ മുത്തച്ഛൻ. പിന്നെ കള്ളന്മാരും കൊള്ളക്കാരും മുത്തച്ഛനെ കണ്ട വിറയ്ക്കും. ഏത് കളവും മുത്തച്ഛൻ ഒരാഴ്ച കൊണ്ട് തെളിയിക്കും. And moreover, he is the mister of James Bond and Sherlock Holmes. And Phantom. And lover. Then call me Phantom. Phantom?
പുലകത്തുള്ളിയാടുന്ന മാവിൻ്റെ പച്ചപ്പുല്ലാമ്പുകൾ പൂക്കുന്ന ചോലയിൽ പോയ ബാല്യത്തിൽ തേനുമ വന്നൊരു പാട്ടൊന്ന് പാടുക നിങ്ങൾ. പൊള്ളുന്ന വെയിലല്ലേ വെയിലേക്കുവാറല്ലേ വന്നിത്തലയിലിരുന്നാട്ടേ. പൊള്ളുന്ന വെയിലല്ലേ വെയിലേക്കുവാറല്ലേ വന്നിത്തലയിലിരുന്നാട്ടേ. ലാ 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 ഇന്നധികം തിരക്കൊന്നുമില്ലെന്നാ തോന്നുന്നത്. വെള്ളക്കുതിര വെള്ളക്കുതിര ഇടിക്കും ഇടിക്കും ഇടിക്കും. ഇക്രോട് പോയി ഇക്രോ. എടാ, നീ മര്യാദയ്ക്ക് വരുന്നോ അതോ വീക്ക് പിടിക്കുന്നോ? മര്യാദയ്ക്ക് വരുന്നു. അത് നീ എന്നടാ സോമ്പേരി? ഈ ഇക്രോട് പോയി കുരങ്ങൻ. മാർത്താണ്ഡവർമ്മയുടെ കിരീടം, ക്രൗൺ ഓഫ് മാർത്താണ്ഡവർമ്മ. എടാ ശങ്കുവേ, ഇത് കൊള്ളാമല്ലോ. ഇതിന് എന്നാ വില വരും? എന്തിനാ? അല്ല, വല്ല ചുളുവലക്ക് കിട്ടിയാ മേടിച്ചേക്കാന്ന് വിചാരിച്ചാ. ഡാനിക്കെന്താ മാർത്താണ്ഡവർമ്മയുടെ കിരീടം? ചുമ്മാ ഇരിക്കട്ടെ, സ്കൂളിലൊക്കെ പോകുമ്പോ തല വെച്ചോണ്ട് പോവല്ലോ, ഒരു സ്റ്റൈലിന്. നല്ല രസമായിരിക്കല്ലേ? Excuse me, young gentleman. യെസ് ജെന്റിൽമാൻ. What is this? This is Martandavarma's crown. Who is he? Sorry, I don't know, sir. This fellow knows everything. What is your name? എടാ നിന്റെ പേരെന്താ ചോദിച്ചു? മനസ്സിലായി, ഡാനി. Oh, Danny. Very nice to meet you. You He are belongs very to smart. Martandavarma's family. Oh, really? You from royal family? യെസ് യെസ്. Oh, royal blood. എന്തോ? Who is this Marthandavarma? മാർത്താണ്ഡവർമ്മ. He's a king. He's the king? No. Past tense വരുമ്പോ was a king. Yeah. Which was his kingdom? Kingdom. Yeah. ഇതാണ് കിങ്ഡം. This kingdom? You useless fellow.
ഓം റീം ഓം. എവിടെ വാ. Once more, uncle. You want once more? ഓം റീം ദളാം ബ്ലാം. Hi. എവിടെ പോയി? Once more, uncle. Please. Once more. Uncle, uncle, No. uncle, please, uncle. No. Once more, uncle. No. Uncle, uncle, No. uncle, please, No. uncle. Once more, uncle. മോന്റെ പേരെന്താ? ഇക്രു. ഇക്രു. നൈസ് നെയിം. അങ്കിളുടെ പേരെന്താ? മാജിക് അങ്കിൾ. മാജിക് അങ്കിളോ? ആ എടാ, അയ്യോ, ഇവിടെ വാ. ലോതറ്. വാടാ ഇവിടെ. ഹലോ ലോത്. വരാനാ പറഞ്ഞത്. എന്ത് പറ്റിയേട്ടാ? ബ്രേക്ക് അടിച്ചു. എന്ത് പറ്റിടാ? ബ്രേക്ക് അടിക്കുന്നു. ആ, നീ കടിയൊക്കെ മാറ്റിട്ടങ്ങ് വന്നാ മതി. ഓടറാ ഓടറാ. ഓ. കരയല്ല, കരയല്ല. കരയല്ല, കരയല്ല. ആ. എടാ കുരുത്തം കെട്ടവനെ, എന്തോ ഈ സൈക്കിളൊക്കെ അറ്റം കുറയ്ക്കണമെന്ന് എന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. പലതവണ പറഞ്ഞിട്ടുണ്ടോ? നീ ഇനി പറഞ്ഞ അനുസരിക്കാവോ? വിടത്തില്ല നിന്നെ ഞാൻ. എടാ കുരുത്തം കെട്ടവൻ എങ്ങനെ ഉണ്ട് ഒരു അണുസത്യ പ്രസംഗം? ഓ, എന്നെ ഒന്ന് വിടാൻ പറ മുത്തശ്ശ. അയ്യോ, എടി മേരി, എന്നെ ഒന്ന് അവനെ വിടാൻ പറ വിടാൻ. മുത്തശ്ശ. എടി, അവനെ വിടാൻ. ആ, അടിച്ചു തന്നെ ഞാൻ. അതിന് അവന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ സൈക്കിൾ മറിഞ്ഞത്. നീ ഇതൊരുമാതിരി. ശങ്കുവിന്റെ സൈക്കിളാ ഇക്രു കേറിയത്. ഞാൻ വിളിച്ചല്ല, ജീപ്പ് മുട്ടിയ സൈക്കിൾ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, ആ ജീപ്പ് നിങ്ങൾ കണ്ടതല്ലേ? ആ ജീപ്പിന്റെ മുന്നിലാണ് ഞങ്ങൾ സൈക്കിൾ കൊണ്ടുപോയി വെച്ചത്. ജീപ്പിന്റെ നിറം എന്തായിരുന്നു? ആഷ് കളർ. ജീപ്പിൽ എത്ര പേരുണ്ടായിരുന്നു? 2 ആള്. അവരെ ഇനി എപ്പോഴെങ്കിലും കണ്ടാ തിരിച്ചറിയുമോ? ഇല്ല. ജീപ്പിന്റെ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇല്ല. ഡാനിക്ക് ചിലപ്പോ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നീ ആ മിടുക്കൻ. സൈക്കിളിൽ തല്ലി അലിച്ച് വീതിലുണ്ടെങ്കിൽ ജീപ്പിന്റെ നമ്പർ നോക്കാനല്ലേ നേരം. എടാ നീ ഇനി ഞാൻ മുത്തശ്ശനോടല്ലേ പറഞ്ഞത്? അടി കൊള്ളു നീ. അതെ അതെ, അവൻ എന്നോടല്ലേ പറഞ്ഞത്. ആ, നിങ്ങളുടെയൊക്കെ മട്ടും മാതിരിയും കണ്ട കിരീടം മൂട്ടിച്ചോണ്ട് പോയത് ഈ പിള്ളേരാണെന്ന് തോന്നുമല്ലോ. നിങ്ങൾ പോയി കളിച്ചോടാ മക്കളെ. ഇവരിങ്ങനെയൊക്കെ പറയും. പാവങ്ങൾ അവരെന്ത് വിളിച്ചു? നീ എങ്ങോട്ടാ? കളിക്കാൻ. വേണ്ട വേണ്ട, നിനക്ക് ഇന്നിന് കളിയില്ല. ചട്ടുകാലം വെച്ചോണ്ടാ കളിക്കാൻ പോണത്. വീട്ടിൽ പോടാ. ടെൻഷൻ പറ്റാൻ ഇനി 2 മാസം കൂടെ ഉള്ളൂ. അതിനിടയിൽ ഒരു കിരീടമോഷണം. അച്ഛാ,
അച്ഛൻ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ കേസിന്റെ ഫയലൊക്കെ എടുത്ത് എന്റെ ഇത്താ. ഒരാഴ്ച കൊണ്ട് കള്ളന്മാരെ തൂക്കിയെടുത്ത് ഞാൻ കൈത്തരാം. അച്ഛന് മാനമായിട്ട് പെൻഷൻ പറ്റുകയും ചെയ്യാം, അല്ലേ? അല്ല, അത് പിന്നെ വിശ്വാസം ഉണ്ടോ? ഉള്ളത് പറഞ്ഞ വിരോധം തോന്നുവോ? ഇല്ല. എന്നാലേ ഇക്കാര്യത്തില് എനിക്ക് നിന്നെ വിശ്വാസമില്ല. മുമ്പിൽ കിടന്ന് ഉറങ്ങാം. ഡാനി, നിന്നെ ഇനി എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ദേ ഈ കമ്പ് മുറി വിടണം. കരയണ്ട. അതിന് ഇക്രമോനെ എന്ത് പഴിച്ചു? എന്നെങ്കിലും ഞാൻ എന്നെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടോ? അന്ന് എന്തെങ്കിലും ഒരു പുഴുവാളുണ്ടാവും. തല്ല് വരുമ്പോ അത് നിൽക്കിട്ട് പിരിക്കും. എന്നാലോ കിരീടം മോഷ്ടിച്ചതാരായിരിക്കും? ആ ജീപ്പിന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാൻ നമുക്ക് തോന്നിയില്ലല്ലോ. നീ ആയിരുന്നോ പോലീസോ? എടാ മണ്ട, നമ്മുടെ മിടുക്കുള്ള കള്ളനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ലല്ലേ? കേൾക്കുമ്പോ തന്നെ ഒരു രസമല്ലേ? ആ, കേൾക്കുമ്പോ നല്ല രസാ. ഇനിയിപ്പൊ കളർ വെച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാ എല്ലാ ജീപ്പിനും കളർ ആഷ് തന്നെയാ. അപ്പൊ അത് നടപ്പില്ല. ഛേ, ആ ജീപ്പ് ഒന്ന് കണ്ടുപിടിക്കാൻ എന്താ ഒരു മാർഗം? ഇക്രമോൻ എന്താ പറയുന്നേ? വെള്ളക്കുതിര. ജീപ്പ് ജീപ്പ് ജീപ്പോ? ആ ജീപ്പ്. ആ ജീപ്പ് കണ്ട എനിക്കറിയാം. ജീപ്പ് ജീപ്പ് എനിക്കറിയാ. എങ്ങനെ പറ ഇക്രമോൻ പറ. പറയാം പറയാം. ഈ കമ്പ് മുറി കൂടട്ടെ. ദേ മുറി കൂടി. പറയടാ കുട്ടാ. പറ മോനെ, നമുക്ക് കള്ളനെ പിടിക്കണ്ടേ? നല്ല കുട്ടനല്ലേ ഇക്രമോൻ? പറ. പറയടാ കുട്ടാ. ആ ജീപ്പിന്റെ മുന്നിലെ ഒരു കുതിര ഉണ്ടായിരുന്നു. കുതിരയോ? എന്ത് കുതിര? വെള്ളക്കുതിര. അതിനെ ഞാൻ പിടിച്ചോണ്ടിരുന്നപ്പല്ലേ ചേട്ടൻ എന്നെ വഴക്കുറഞ്ഞത്. ഇതല്ല, ഇതില വെള്ളക്കുതിരൊന്നുമില്ല. വാടാ പോവാ. அந்த பசங்களுக்கு சந்தேகம். குதிரை வச்ச ஜீப்பை தேடுறாங்கன்னு தோணுது. போலீஸ்காரன் வீட்டு பசங்க, அவங்க கண்ணுல நம்ம படக்கூடாது. ஜாக்கிரதை. വാൻ, അംബാസഡർ, ഹോണ്ട, മെറ്റഡോ, അംബാസഡർ. അംബാസഡർ. ആ ഡാൽമ ഒരു ജീപ്പ്. വാടാ. കുതിരയില്ല. കുതിരയില്ല. പോടാ വരുക. എന്റെ അമ്മോ, മടുത്തു. ആ ജീപ്പ് ഇവിടെ അല്ലെന്നാ തോന്നുന്നേ. കള്ളന്മാരെ പിടിക്കാന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ലടാ. മോനെ ഐസ്ക്രീം. ആ ഫാനും ഇപ്പൊ ഇങ്ങോട്ട് വരണം. അവന്മാരെ ഇടിച്ച് ചെരുപ്പെടുത്തി കളയും. ആളെ കൈ കിട്ടിയാലേ ഫാൻഡ് പിടിക്കൂ. ആളെ കണ്ടുപിടിക്കാൻ മാൻഡ്രക്കാൻ മിടുക്കൻ. ഓ പിന്നെ ചോപ്പോടിലെ സുൽത്താനെ കണ്ടുപിടിച്ചാരാ? ഫാൻഡമാ ഫാൻഡം. ഒറ്റ ഇടി സുൽത്താന്റെ മോന്റെ നിറയെ തലയൊട്ടി. അത് ശരിയാ, പക്ഷെ ഫാൻഡിന് ബുദ്ധിയില്ല. ബുദ്ധി മാൻഡ്രക്കിനാ. ഇന്റർനെറ്റിലെ തലവനാരാ? മാൻഡ്രക്ക. ഓ അത് പള്ളി പറഞ്ഞാ മതി. ഓജോയാ. എടാ, കുതിര, വെള്ളക്കുതിര. ചങ്കു, അതന്നെ ജീപ്പ്, അതന്നെ ജീപ്പ്.
ദാ അവൻ പോണു, വാ. ദാ പോന്നു, വാ. എന്താ സി വാ. അതാ അവരവിടെ ഇരിപ്പുണ്ട്. നമുക്ക് തിരിച്ചു പോവാം. പോയി മുത്തശ്ശനെ വിളിച്ചോണ്ട് വരാം. അങ്ങനെ അങ്ങ് പേടിച്ചാലോ? ഞാനില്ലടാ. നാണം ഇല്ലാതെ എല്ലാവരുടെയും കിരീടം മോഷ്ടിച്ചോണ്ട് പോയിട്ട് അതൊക്കെ പറ. തിന്നട്ടെ തിന്നട്ടെ, ഇന്ന് എന്ത് വേണമെങ്കിലും തിന്നട്ടെ. നാളെ തുടങ്ങി ഗോമുട തിന്നാനുള്ളതല്ലേ. എനിക്ക് വിശക്കുന്നു. എനിക്കും വിശക്കുന്നു. നിന്റെ കാശുണ്ടോ? പിന്നെ 20 rupees. എന്ത് വേണമെങ്കിലും കഴിച്ചോ. ഓർഡർ പ്ലീസ്. ഓർഡറോ? എന്ത് ഓർഡർ? ചോറുതാ. We want meals. Which type means you want? We want Chicken fry, masala dosa, tandoori chicken, fried rice, chicken, fried rice, parota, chapati, fish fry, chicken soup, fried rice. Excuse me. Phone. അയ്യോ എന്നെ ഒന്ന് വിടൂ. ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ടിരാണോ? കാശ് മുഴുവൻ കൊടുത്തിട്ട് പോയാ മതി. എന്റെ വീട് ഇവിടെ അടുത്താണ്. ഞാൻ സൈക്കിളിൽ പോയി എടുത്തോണ്ടിരാന്ന്. നടക്കണ ഇങ്ങോട്ട്. അയ്യോ ഇത്രയും കാശാവുന്ന ഞാൻ വിചാരിച്ചില്ല. അറിയാൻ പറ്റുന്നല്ലേ? ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ടിരാന്ന് കാശ്. നടക്കടാ. അയ്യോ അറിയാൻ പറ്റുന്നല്ലേ? ഞാൻ സൈക്കിളിൽ പോയി എടുത്തോണ്ടിരാന്ന്. എന്റെ വീട് ഇവിടെ അടുത്താണ്. നിങ്ങൾക്ക് പറഞ്ഞു തരാനും മനസ്സിലാവില്ലേ? ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ടിരാ. എന്റെ വീട് ഇവിടെ അടുത്താണെന്ന് പറഞ്ഞ മനസ്സിലാവില്ലേ? എന്ത് പറ്റി? എന്താ ഒരു ബഹളം? ബില്ല് കൊടുത്തപ്പോ കൈ പൈസ ഇല്ല.
കുട്ടി ഏതാ? എവിടെയുള്ള? വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് വിട്ടാ മതി. ഛേ, എന്താ ഇത്? പാവം പയ്യൻ. എന്തിനാ ഇത്ര വലിയ ഹോട്ടലിലൊക്കെ കാശില്ലാതെ ഒറ്റയ്ക്ക് വന്നത്? ഒറ്റയ്ക്കല്ല, ദാ ഓ, അത് ശരി. ഒറ്റയ്ക്കല്ല, കുറെ പേരുമായിട്ടാ. നീ വന്നേ. സാരമില്ല, ബില്ല് ഞാൻ പേ ചെയ്തേക്കാം. വന്നേ, വാ വരാൻ. എങ്ങോട്ടാ? കൊള്ള സംഘത്തിലേക്കാ? കൊള്ളസംഘം? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വന്നത്? നിങ്ങൾ കളഞ്ഞല്ലേ മ്യൂസിയത്തിലെ കിരീടം മോഷ്ടിച്ചത്? നിങ്ങളല്ലേ? മ്യൂസിയത്തിലെ കിരീടം? ഞങ്ങൾ കണ്ടല്ലേ, അന്നൊരു വെള്ളക്കുരുള്ള ജീപ്പിൽ വന്നല്ലേ നിങ്ങൾ അത് മോഷ്ടിച്ചത്? വെള്ളക്കുതിരയുള്ള ജീപ്പോ? എന്റെ ജീപ്പിലെ കുതിരയല്ലല്ലോ, കാളയാണ്. കാളയോ? ആ, ശരി, കള്ളനല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാ? ഇതുവരെ മനസ്സിലായില്ല? മനസ്സിലായി, അതല്ലേ പറഞ്ഞത് നിങ്ങൾ കള്ളനാണെന്ന്. നിങ്ങള് സിനിമ കാണാറില്ലേ? ഉണ്ടല്ലോ, അതല്ലേ കള്ളനാണെന്ന് പറഞ്ഞത്. അസൽ കള്ളലക്ഷണം. ഞാൻ കള്ളനൊന്നും അല്ല, അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാ. പേര് മോഹൻലാൽ. എടുത്തേ ഞാൻ കാണിച്ചു തരാം, കണ്ടോ? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ശരി, ഞാൻ പോട്ടെ. അപ്പൊ പിന്നെ ശംഖുമുഖത്ത് ജീപ്പ് നിർത്തിയതിനാ ഞങ്ങളെ കണ്ട് പേടിച്ച്? നിങ്ങളെ കണ്ട് പേടിച്ചൊന്നുമല്ല, ഞാൻ എന്റെ ഫ്രണ്ട് ഡയറക്ടർ പ്രിയദർശനെ കണ്ട് നിർത്തിയതാ. ആ, എന്തൊക്കെയായാലും കണ്ടു. ഒരു ഓട്ടോഗ്രാഫ് വരെ സൗകര്യം ഉണ്ടോ? തരാം, വാ. പിന്നെ നീ ആരാടാ? ജെയിംസ് ബോണ്ടോ? നീ എന്നെ ആദ്യമായി കണ്ടിട്ട് കള്ളാന്നല്ലടാ വിളിച്ചത്. നിനക്ക് ഞാൻ തരാം. ഓടിക്കോ! ഈ പിള്ളേർക്കൊക്കെ എന്ത് പറ്റി? ഒരു ഓട്ടോഗ്രാഫ് തരുമോ? ഓടാ. മനുങ്ങള് നിർത്ത്. അറിഞ്ഞാ നാണക്കേടാവൂല്ലോ. എവിടെ പോയെന്ന് ചോദിച്ചാ ഞാൻ ഒരു പുളു അടിക്കും. അതെന്താ പുളു? ഒക്കെ കാണിച്ചു തരാം. ആരും ചിരിക്കരുത്. നിന്നോട് കൂടിയാ പറഞ്ഞത്, കേട്ടോടാ. എന്താടാ എവിടെ തെണ്ടി തിരിഞ്ഞിട്ട് വരിക? ഞങ്ങള് മോഹൻലാലിനെ കണ്ടു. സിനിമ കാണാൻ മോഹൻലാലോ? പോടാ. ദൈവത്തിനാണേ നേര്. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു പാട്ടൊക്കെ പാടി. പാട്ടോ? അത് വല്ല ഷൂട്ടിങ്ങിനും പാടിയതായിരിക്കും. ഞങ്ങൾ ഇവിടെ ഡ്യൂറ്റ് പാടി. രാജാവിന്റെ മകൻ. ഡ്യൂവറ്റാ? അതെന്ത് പാട്ടാണ്? ഓ സംഗീതമേ, വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ, വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ, ഹിമഗിരിതൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു, വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ. ആ ഒരു പാട്ടേ പാടിയുള്ള? പിന്നെ ഒരു ഷോം കൂടി പാടി. ശോകോ? ആ, അങ്ങേർക്ക് എന്തോ സങ്കടമുണ്ട്. അതിന് അസുഖമൊക്കെ മാറിയല്ലോ. മാറി, എന്നാലും എന്തോ സങ്കടമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ശോകം പാടൂ. മാനമേ ഒരു രാഗമേഘം താ, ഓ മാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാൻ അഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ.
മൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ. നീ വല്ല അനാവശ്യം പറഞ്ഞ അയാളെ സങ്കടപ്പെടുത്തി കാണും. അതൊന്നും അല്ലെന്നേ, അങ്ങനെ സന്തോഷം വരുമ്പോഴും ശോകാ പാടുന്നേ അല്ലേ? ഇല്ലേ? അതെ. എന്റെ മരുമക്കളാണെന്ന് അങ്ങേർക്ക് മനസ്സിലായി കാണും. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. നാളെ നമ്മുടെ വീട്ടിലേക്ക് വരാൻ തോന്നിട്ടുള്ള അല്ലേ? എന്റെ പിള്ളേരാണെന്ന് മനസ്സിലായിട്ടാ. മനുവിനെ അറിയുമെന്ന് ചോദിച്ചില്ലേ നിങ്ങള്? ഞാൻ ചോദിച്ചു, പക്ഷെ മനുവിനെ അറിയില്ല എന്ന് പറഞ്ഞു. ഓ, അവൻ വലിയ പുള്ളിയായിപ്പോയി. ഒത്തിരി കാലമായില്ലേ കണ്ടിട്ട്, ചിലപ്പോ ഓർമ്മക്കുറവുണ്ടായിരിക്കും. നിങ്ങൾ വയ്ക്കും, നിങ്ങൾ വയ്ക്കും. മോഹൻലാലേ, അവൻ എങ്ങനെ എന്നെ അറിയാനാ? പക്ഷെ എനിക്ക് അവൻ അറിയാം. വെളിച്ചപ്പാടിന് ആരെ അറിയാൻ പാടില്ല, പക്ഷെ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം. റെഡി റെഡി. ഇല്ലടാ, ബാറ്റി കൊണ്ടാ ബോൾ തെറിച്ചത്. കള്ളം കള്ളം, ഞാൻ കണ്ടതല്ലേ. മിഡിൽ സ്റ്റംപിൽ വന്ന് ഡബോന്നിന് വിട്ട് ഔട്ടായി. മര്യാദക്കാ ബാറ്റിംഗാ. ഇനി എന്റെ റൗണ്ടാ. ഞാനും കണ്ടതാ, മുത്തശ്ശൻ ഔട്ട് തന്നെയാ. നിക്ക് ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേക്ക്. ശംഖുവിന്റെ പന്ത് ദാ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. ഞാൻ ദേ ഇങ്ങനെ ഒരു ചെത്ത്. ദാ പന്ത് ദാ ബൗണ്ടറി കിടക്കുന്നു. അല്ലെങ്കിൽ തന്നെ നോക്ക്, സ്റ്റംപ് മറിയണ്ടേ? അങ്ങനെ സ്റ്റെമ്പ് മറിയത്തില്ല. നന്നായി അടിച്ചു ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ. മുത്തശ്ശൻ ഔട്ട്. ആ ബാറ്റിംഗ് ഒന്ന്. ബാറ്റിംഗ് ഇതാ. ഗ്രാൻഡ് ഫാദർ, യു ആർ ഔട്ട്. നീ പോടാ അവിടുന്ന്. നല്ല സ്റ്റൈലിന് ഒരു അടി അടിച്ചിട്ട് ഔട്ടാണെന്ന് പറഞ്ഞ എങ്ങനെയാ? അല്ലെങ്കിൽ തന്നെ നീയൊക്കെ മഹാകള്ളന്മാരാ. ഇക്രമോനെ, മോൻ പറഞ്ഞ മുത്തശ്ശൻ ഔട്ടാണോ? അല്ല, ഔട്ട് അല്ല. കള്ളൻ കള്ളൻ. നീയാ കള്ളൻ. യോദർ. ആ റെഡി. ഗ്രാൻഡ് ഫാദർ, യു ആർ ഔട്ട്. മുത്തശ്ശൻ ഔട്ട്. മുത്തശ്ശൻ ഔട്ട്. എന്റെ റൗണ്ടിങ്ങളെ, ഇതിന് എന്തെങ്കിലും ഒരു സവാൽ ഉണ്ടാക്കണം. എന്താ, എന്ത് പറ്റി? ക്ലീൻ ബോൾഡാ, എന്നിട്ട് സമ്മതിക്കുന്നില്ല. തർക്കം. ഔട്ടായെങ്കിൽ ബാറ്റം കൊടുക്ക് സാറേ, ഇല്ലെങ്കിൽ ഇങ്ങിതാ ഞാൻ കളിക്കാം. അത് വേണ്ട, ഇനി എന്റെ റൗണ്ടാ. ഓ, നിന്റെ റൗണ്ടെങ്കിൽ നിന്റെ റൗണ്ട്. ഏതായാലും കളി നടക്കട്ടെ. മനുവില്ലേ ഇന്ന് കളിക്ക്? ഇല്ല, ഗവേഷണം. ഹലോ 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 ഹലോ, ആരാ അത് മടയൻ നടുവിലെ? ഹലോ 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 ഹലോ, കിട്ടു കിട്ടു. അതേ കിട്ടുവാ. ഞാൻ கோமசாமி. ഞാൻ പറയുന്നത് കേൾക്കാമോ? நான் பேசுறது கேக்குதா? കേൾക്കാം. நீ அப்போ கூட்டிட்டு இந்த கரைக்கு வந்துரு. நான் அங்க ஜீப் எடுத்துக்கிட்டு வந்துடுறேன். ஓகே? എന്തു പറ്റി സാർ? ஆஹா, ஒண்ணு இல்ல மடையா. நம்ம மார்த்தாண்டவர்மா வாழ் இல்ல, அதை இன்னைக்கு அமுக்கணும். നമ്മൾ അടുത്ത ബുധനാഴ്ചയല്ലേ പ്ലാൻ ചെയ്തത്? அடுத்த வாரம் ரொம்ப கஷ்டம். இன்னைக்கு ஞாயிற்றுக்கிழமை, நாளைக்கு திங்கக்கிழமை லீவு. செவ்வாய்க்கிழமை நிறைய போலீஸ் காவல் போட சொல்லி நம்ம டிஎஸ்பி சங்கர் நாராயண சொல்லியிருக்காராம். அடுத்த வாரம் அடிக்கணும்னா அந்த வாளை நம்ம சுத்தாம மறந்துட வேண்டியதுதான். புரியுதா? இன்னைக்கு அடிச்சாகணும். சொல்றத புரிஞ்சுக்கிட்டு உடனே புறப்பட்டு வாடா. ஓகே? നിക്ക്. നമ്മൾ ഉടനെ തന്നെ പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് പോകണം. മാർത്താണ്ഡവർമ്മയുടെ വാള് മോഷ്ടിക്കപ്പെടാൻ പോകുന്നു ഇന്ന് തന്നെ. അത് നീ എങ്ങനെ അറിഞ്ഞു? ആരോ രണ്ടുപേര് വയർലെസ്സിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഒരു ഗോമസും കിട്ടും. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. നമ്മൾ ഇപ്പൊ പോയി അവരെ പിടിക്കാം. അച്ഛൻ വരുന്ന വയലിൽ ഞാൻ തനിച്ചു പോകും. അത് വേണ്ട, ഞാനും വരാം. നിങ്ങൾ രണ്ട് തനിച്ചു പോവാതെ കുറച്ച് പോലീസുകാരെയും വിളിച്ചോണ്ട് പോ. പോലീസും പട്ടാളവും ഒക്കെ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ വാള് വല്ല അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ എത്തിയിരിക്കും. രൗണി, താൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കുറച്ച് പോലീസുകാരെ പാലസിലേക്ക് അയക്കാൻ പറ. മുത്തശ്ശ, ഞങ്ങളും വരട്ടെ? വേണ്ട, ഇത് കുട്ടികൾ ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ കളിച്ചോ. മ്യൂസിയത്തിൽ വന്നവൻ തന്നെ ആയിരിക്കും ഇതും. അവനെ പിടിക്കുന്നൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. പിടി കിട്ടിയ ഇന്ന് ഇടിയുടെ പെരുന്നാളായിരിക്കും.
உங்க பேர் என்ன தம்பி? வாட்ஸ் யூர் நேம்? തോമസ്. தோமஸ்? நைஸ் நேம். இது மார்த்தாண்டவர்மா சிம்மாசனம் தானே? അതെ. வாவ், ഏയ്, അതിൽ തുടരുത്. ஐம் சாரி. எப்படி, நான் ராஜா மாதிரி இல்ல? അതിലിരിക്കരുത് സാർ. பரவாயில்ல தம்பி, நான் இருக்கலாம். போன ஜென்மத்தில் அந்த மார்த்தாண்டவர்மா நான் தான். என் மூஞ்சி பார்த்தா தெரியல? நீ மார்த்தாண்டவர்மா போட்டோ பார்த்தது இல்லையா? இது நம்ம சிம்மாசனம் தான். നിങ്ങൾ ആരായാലും അവിടെ നിന്ന് എഴുന്നേൽക്കണം മിസ്റ്റർ. சும்மா சூடாவாத. ஐம் சாரி. കുഴപ്പമില്ല അച്ഛാ, go and follow them. I will manage myself. Go.
മനു എന്താ ഒന്നും മിണ്ടാത്തത്? കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ആലോചിക്കുമ്പോ ഈ കാര്യത്തിൽ ഇനി കേസും കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങുലങ്ങ് തീരും. അതിനിപ്പോ നമ്മൾ ആരെങ്കിലും ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതൊരു ആക്സിഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത സ്ഥിതിക്ക് ആക്സിഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല, മറിച്ചാകാനാ സാധ്യത. എന്റെ മനസ്സങ്ങനെ പറയുന്നത്. ഏതായാലും അച്ഛൻ പോയി, ഇനി പ്രൂവ് ചെയ്തിട്ട് എന്താ കാര്യം? ഇല്ലേ? ഞാൻ ഇവനോട് ഇത് തന്നെയാ പറയുന്നത് ആന്റണി. കേസും കാര്യങ്ങളും ഒക്കെ പോലീസിന്റെ ജോലിയല്ലേ, അത് അവര് ചെയ്യട്ടെ. നമുക്കിപ്പോ വേണ്ടത് മനസ്സമാധാനമാണ്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പോകും. പിള്ളേർക്ക് വേണമെങ്കിൽ 1 മാസം കൂടി നിൽക്കാം. അത് കഴിഞ്ഞാലോ മനുവും ഉമ്മി ഇവിടെ ഒറ്റയ്ക്ക്. മനു, നീ കൂടുതൽ ആലോചിക്കുന്ന കുഴപ്പം. ഉടനെ പോരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. 1 മാസം കൂടെ കഴിഞ്ഞാൽ കുട്ടിയൊക്കെ അങ്ങ് പോരണമല്ലോ. നിനക്കും ഉമ്മയ്ക്കും അവരുടെ കൂടെ പോരാം. നിന്റെ റിസർച്ച് നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം. മനുവിന് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്താനാണെങ്കിലും ഡൽഹിയല്ലേ കൂടുതൽ നല്ലത്. ഫെസിലിറ്റീസും ഉണ്ടല്ലോ. അച്ഛനോ പോയി നമ്മളൊക്കെ എന്നും കണ്ടും കേട്ടിരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സമാധാനം അത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഞാനൊന്ന് ആലോചിക്കട്ടെ. മനോകളും ഉമ്മേന്റെയും നിങ്ങളോടൊപ്പം ഡൽഹിക്ക് പോരൂ? അറിഞ്ഞൂടാ. പോയാ പിന്നെ ഇവിടെ ആരാ? ആരും ഉണ്ടാവില്ല. പൂട്ടിയിടും, ചിലപ്പം വിൽക്കും. അല്ലേ ശങ്കു? ആ, വീട് വിറ്റാ പിന്നെ വെക്കേഷനുകൾ നിങ്ങൾ ഇങ്ങോട്ട് വരില്ല അല്ലേ? വരാലോ. നിങ്ങൾ വിടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിക്ക് വരാലോ. വാ. ബാക്കിയുള്ളവർക്ക് എവിടെ? മോന് ടെലിസ്കോപ്പിൽ കൂടെ നോക്കണോ? വേണ്ട. റേഡിയോ കേൾക്കണോ? വേണ്ട. മോന് പിന്നെ എന്താ വേണ്ടേ? മനു അങ്ങള് പോണ്ട. എവിടെ? ഡൽഹിക്ക് പോണ്ട. മനു അങ്ങള് പോണ്ട. നിനക്കൊന്ന് റീതിങ്ക് ചെയ്യണമെന്ന് തോന്നിയാ? അങ്ങനെ തോന്നിയാ ഞാനും ഉമ്മയും കൂടെ അടുത്ത ഫ്ലൈറ്റിനങ്ങ് വരും. മനു അങ്കിൾ ഡൽഹിക്ക് പോണ്ട. ഇല്ല മോനെ, അങ്കിൾ എവിടെ പോവാനാ? ഇക്രുമോനാ ഭയങ്കര പേര്. ഞാൻ ഡൽഹിക്ക് പോയിക്കളയൊന്നു. നിങ്ങൾ വരുന്നില്ലേ എയർപോർട്ടിലേക്ക്? ഇല്ല. അതെന്താ? കളിക്കാൻ പോവാ. കളി കുറെ കൂടുന്നുണ്ട്. ഉമ്മേ, ഇവര് വല്ല കുരുത്തക്കേടും കാണിച്ചാൽ നല്ല അടി കൊടുക്കണം കേട്ടോ. കൊടുത്തേക്കും ചേച്ചി. കേട്ടോടാ നിന്റെ അമ്മ പറഞ്ഞത്? ഡാ ശരി ശരി. വരട്ടെ. പറ്റേ ഉമ്മേ? ടാറ്റാ. ും
അത് തന്നെയാ ഞാനും നോക്കുന്നത്. വാ. എവിടെ പോയവൻ? എന്റെ സൈക്കിൾ പോയ തന്നെ. ആഹാ, അവനെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. വാ. ഒന്നുമില്ല. നിന്നെ ആരാ ഓടിച്ചത്? അവരാരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ വിട്, ഞാൻ പോട്ടെ. അങ്ങനെ നോണ പറഞ്ഞ രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കണ്ട. നിന്നെ ഞങ്ങൾ പോലീസ് വിളിച്ചു കൊടുക്കും. പറയടാ, പോലീസ് വിളിക്കട്ടെ? വിളിക്കട്ടെ? പോലീസുകാരെന്നെ കണ്ട പിടിച്ചോണ്ടോ തല്ലുകയും ചെയ്യും. ആ തല്ലും. അതാ പറഞ്ഞ നീ ഒരു കള്ളനാണെന്ന്. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇനിയും ഞാൻ ഇടിക്കും. എന്റെ ഇടി എന്ന് പറഞ്ഞാൽ ഫാൻറ്റത്തിന് ഇടി പോലെ ഒരു തലയോട്ടിയുടെ കുറവുള്ളൂ. ഇടിക്കേണ്ട ഡാനി, ഉള്ള സത്യം പറയാണേ നിനക്ക് ഞങ്ങൾ ഒരു ഐസ്ക്രീം വാങ്ങി തരും. അതല്ല നീ ഇനിയും കാണാൻ പറയാനാണെ നിന്നെ ഞങ്ങൾ ഇടിക്കും. പടച്ചോനെ, അവരിപ്പോ എവിടെന്നെങ്കിലും ചാടി വീഴും, എന്നെ കൊല്ലുകയും ചെയ്യും. അത് ആരാന്ന് പറയടാ? അവരാ നിങ്ങളെ മുത്തശ്ശനെ കൊന്നത്. അവൻ ചെന്ന ആ പിള്ളേരെടുക്കൽപ്പെട്ടല്ലോ. ആ DSP വീട്ടിലെ പിള്ളേരല്ലേ? ആ അതെ, നമ്മളെ കണ്ടാൽ അവർക്ക് മനസ്സിലാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? நம்ம கையில ஒரு நாள் அவன் கிடைக்காம போயிடுவான். போலாம். വീട്ടിൽ വരാന്ന് പറഞ്ഞ സത്യമാണല്ലോ? സത്യം. അത് നിനക്കറിയാമല്ലോ. അറിയാം. ഞാൻ പോട്ടെ. വാക്ക് വാക്കായിരിക്കണം. പടച്ചോനാണ് സത്യം. അവന്റെ പേര് പോലും ചോദിക്കാൻ മറന്നു. അവൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ മനോങ്ങളോട് പറയുന്നല്ലേ നല്ലത്. അത് വേണ്ട, എല്ലാം ശരിക്കും അറിഞ്ഞിട്ട് പറഞ്ഞാ മതി. ഏതായാലും അവൻ വരട്ടെ. എങ്ങനെ വരും? ഡാഡിയും അങ്ങളും കുത്തിയിരുന്ന് ചീട്ട് കളിക്കല്ലേ. അതിപ്പോ ഒന്നും തീരുന്ന ലക്ഷണമില്ല. അവൻ എങ്ങനെ അകത്തു വരും? ആ, ഒരു പണിയുണ്ട്. അടുക്കള വശത്തെ വാതില് ഒച്ച ഉണ്ടാക്കാതെ തുറന്നിട്ടാ മതി.
ആരാ ഈ വാതിൽ തുറന്നിട്ട്? ഇനി അവൻ വരില്ല. പിടി കിട്ടിയപ്പോഴേ ഒരു ഒറ്റ ഇടി വെച്ചു കൊടുത്തെങ്കിൽ തത്ത പറയുമ്പോൾ അവനെല്ലാം പറഞ്ഞനെ. ഇവിടെ കാരണമാണ് ഞാൻ ഇടിക്കാറുന്നത്. ഇത് കണ്ടില്ലേ, പോത്ത് പോലെ കിടന്നുറങ്ങുന്നു തടിയൻ. എന്റെ മുറിയിൽ എന്തോ കുഴപ്പമുണ്ടായിരുന്നു. കള്ളനോ? കണ്ടോ കണ്ടോ അലാറം അടിക്കുന്നേ? കള്ളൻ തന്നെയാ കള്ളൻ. അതിന് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. വല്ല മെക്കാനിക്കൽ ഡിഫക്റ്റും ആയിരിക്കും. പിന്നെ മെക്കാനിക്കൽ ഡിഫക്റ്റ്. നല്ല ഒന്നാം തരം ജർമ്മൻ സാധനമാണ്. ഈ മുറിയിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടെന്നേ. ശരിയാ, മനുവങ്ങളുടെ അലാറത്തിന് എന്തോ പ്രശ്നമുണ്ട്. ഇന്നലെ ഇവിടുന്ന് കാക്ക അറിയപ്പോഴും മനുവങ്ങളുടെ അലാറം അടിച്ചിരുന്നു. പറമ്പിൽ പട്ടി വളഞ്ഞപ്പോ അലാർത്തി തീ കണ്ടു അല്ലടാ? പിന്നെ എന്തൊരു തീയായിരുന്നു, അഗ്നിയായിരുന്നു അഗ്നി. അപ്പൊ എന്റെ മുറിയിലാണ് നിന്റെയൊക്കെ കളിയല്ലേ? അല്ലാതെ നീ എങ്ങനെ കാണുന്നേ? ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ എപ്പോഴും എന്തെങ്കിലും തകരാറ് കാണും. അങ്ങനെയൊന്നും അല്ലെന്നേ. നല്ല ഒന്നാം തരം ജർമ്മൻ സാധനമാ. അവന്മാർ വല്ല തരികടയും കാണിച്ചോ? വല്ല വവ്വാലോ നരിച്ചിരോ മറ്റോ ആയിരിക്കും. അല്ലാതെ പിന്നെ മനുവങ്ങളുടെ അലാറം അങ്ങനെ ചുമ്മാ അടിക്കത്തില്ല. എനിക്കൊരു സംശയം. വാ, കള്ള തിരുവാലി. കള്ളന്റെ ഇരിപ്പ് കണ്ട? കള്ളൻ കള്ളൻ സൈക്കിൾ കള്ളൻ കള്ളൻ. ഞാൻ കള്ളനല്ല. കള്ളൻ 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 കള്ളൻ. ഞാൻ കള്ളനല്ലെന്ന് പറഞ്ഞില്ലേ? അത് കളാ. മര്യാദയ്ക്ക് വാതിൽ തുറന്നിട്ടിട്ട് വെന്റിലേഷൻ വഴി ചാടിയ നീ പിന്നെ ആരാ? മഹാത്മാഗാന്ധിയോ? ഞാൻ കേറാൻ തുടങ്ങിയപ്പോ ആ പെണ്ണ് വന്ന് കഥ കടച്ചു. പെണ്ണോ? ഏത് പെണ്ണ്? വെളുത്തിട്ട് മുഖമല്ല ഇങ്ങനെ ഇരിക്കുന്ന ഒരു പെണ്ണ്. ഉമേലി ആയിരിക്കും. ആന്റി കേക്കണ്ട. നിന്റെ പേരെന്താ? പേരെന്താ? നിന്റെ വീട് എവിടെയാ? എനിക്കിപ്പോ വീടില്ല. പാപ്പയും ഉമ്മയും മരിച്ചപ്പോ ഒരാളെ ഇറക്കി വിട്ടു. എങ്ങനെയാ മരിച്ചത്? മടയില് പാറ പൊട്ടിക്കുമ്പോ മണ്ണിടിഞ്ഞ് വീണ് മരിച്ചു. വഴിക്ക് വീതി കൂട്ടണോന്ന് പറഞ്ഞ് മുതലാളി കൂടി പൊളിച്ചു കളഞ്ഞു. പട്നി കടന്നു മടുത്തപ്പോ എന്തെങ്കിലും പണി കിട്ടുമെന്ന് വെച്ചാ ഇവിടെ വന്നത്. ഒരു പണിയും കിട്ടിയില്ല. പിന്നെ ബസ് പാട്ട് പാടാൻ തുടങ്ങിയത്. ആഹാ, നീ പാട്ട് പാടൂ? പിന്നെ ഞങ്ങളടുത്ത സ്കൂളില് ഞാനായിരുന്നു വലിയ പാട്ടുകാരൻ. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഓ, തോനെ കിട്ടിയിട്ടുണ്ട്. സോപ്പ് പെട്ടി, പേന, മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം പാട്ടും കഴിഞ്ഞ് കടത്തന്നെ വന്ന് കിടന്നപ്പോ നീ കള്ളനല്ലടാ എന്ന് പറഞ്ഞ് പോലീസുകാർ ഒന്ന് പിടിച്ചോണ്ടുപോയി. ജയിലിലോട്ടാണോ? ആദ്യം ജയിലില്, പിന്നെ കോടതിയില്, പിന്നെ സ്കൂളിലാക്കി. സ്കൂളിലോ? ആ, ദുർഗുണ പരിഹാര പാഠശാല. അതെന്ത് സ്കൂള്? ദുർഗുണ പരിഹാര പാഠശാല. ചീത്ത പിള്ളേരെ കൊച്ചു കൊച്ചു കള്ളന്മാരെയും പഠിപ്പിക്കുന്ന സ്കൂളാ. സ്കൂളെന്ന് പറഞ്ഞ പുസ്തകവും ഇല്ല, സാറന്മാരും ഇല്ല. തല്ല് മാത്രം മുടങ്ങാതെ കിട്ടും. തല്ല് കൊണ്ടും അടുത്തപ്പോ ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് ചാടി. നീ എന്തിനാ ചാടിപ്പോന്നത്? ബീഡി വലി പിടിച്ചതിന്. ആഹാ, അപ്പൊ നീ ബീഡി വലികാരനാണല്ലേ? ഞാനല്ല, മത്തായി. മത്തായിയോ? അതാരാ? എന്റെ ഒരു ചങ്ങാതിയാ.
വേണോടാ? നല്ല രസാ. അയ്യോ! ചിരിച്ചോ ചിരിച്ചോ, നിങ്ങളെ കെട്ടിത്തൂക്കി ഇടുമ്പോ അറിയാം എന്റെ വേദന. വണ്ടി ലോക്ക് ചെയ്തിട്ട് താൻ പോയിക്കോ. ശരി. ഒന്നും വേഗം വാടാ ഇങ്ങോട്ട്. അവനെവിടെ? ചത്തോ? ഇല്ല, ഞങ്ങൾ അവനെ കൊന്നു. അവര് തന്നെയാ ബീച്ചിൽ വെച്ച് എന്നെയും ഒട്ടിച്ചത്. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നെയും കൊന്നനെ. അവരുടെ ജീപ്പിൽ കുതിര ഉണ്ടായിരുന്നോ? കുതിരയോ? ആ കുതിര, വെള്ള കുതിര, ആ ജീപ്പിന് മുമ്പിൽ. ആ ഉണ്ടായിരുന്നു, ചാടാൻ നിൽക്കുന്ന കുതിര. ആ ഇപ്പൊ പിടികിട്ടി. ഇവന്റെ മാജിക് അങ്ങനെ തന്നെ ആയിരിക്കും ആള്. പക്ഷെ ആ ബോട്ടിൽ വന്ന പ്രായം ചെന്ന ആളാരാ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഡാനി, നാളെ ഇവനെയും കുട്ടി നോക്കാൻ പുഴക്കര വരെ പോയാലോ? നീ വരാവോ? പേടിക്കണ്ടടാ, ഞാനില്ലേ. വേണ്ട, അവര് ഭയങ്കരന്മാരാ, ചിലപ്പോ കൊല്ലും. പേടിക്കാടാ, ഡാനി അല്ലേ കൂടെ ഉള്ളത്. ഡാനിന്റെ ഇടി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ. സാൻഡത്തിന്റെ ഇടി പോലെ ഇരിക്കും. കറക്റ്റ്. പിന്നെ ഞാൻ പിടിച്ചോളാം. അവരുടെ സ്ഥലം ഒന്ന് കണ്ടുപിടിച്ചിട്ട് വേണം മനുവങ്കലിനോട് പറയാൻ, അല്ലേ? അതെ. നീ വരുവോ? എല്ലാം കഴിയുമ്പോ എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കോ? ഇല്ല, സത്യമായിട്ട്. വാതിൽ തുറക്കാൻ. എടാ, ഡാഡി ആയിരുന്നോ? എന്താടാ ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ഞാൻ വിചാരിച്ചു ഡാഡി ആയിരിക്കും. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്ങോ? ഈ പാതിരാത്രിക്കോ? അങ്കിളെ, ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. എന്നിട്ട് വിക്രമാദിത്യ എന്ത് പറഞ്ഞു? വിക്രമാദിത്യൻ പറഞ്ഞു, വേതാളമേ നീ പോവരുത്, പ്രേതലോകത്തേക്ക് പോവരുത്, അത് അപകടമാണ്. ഏടേ,
ആരുടെ കാര്യമാ പറയുന്നേ? വേതാളത്തിന്റെ. വേതാളം? വീട്ടിൽ പോടാ വേതാളമേ. അല്ല, ചെറിയ വേതാളം ഉറങ്ങിയോ? കഥ. ആ, കഥയൊക്കെ ഇനി നാളെ. വീട്ടിൽ പോടാ. ഹലോ ഹലോ, തോമസ് അല്ലേ? ഇത് ഞാനാണ്. എന്താ മുതലാളി? കിരീടവും വാളുമെല്ലാം നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ സാർ. നാളെ തന്നെ നമുക്കത് വിൽക്കാം. சரி சார். ഇന്നും ആ പയ്യൻ രക്ഷപ്പെട്ടു അല്ലേ? ஒரு சின்ன தப்பு நடந்து போச்சு. நான் பிடிச்சிடுறேன் நாளைக்கு. ஹலோ ஹலோ ഹലോ ഹലോ ஹலோ எவனோ ஒரு மடர் ராஸ்கல் நடுவுல பூந்து டிஸ்டர்ப் பண்றான். எவனோ ஒருத்தன். ஹலோ, ഇത് ഞാനാണ്. എന്ത് പറ്റിയതാ? சார், எனக்கு ஒரு சின்ன சந்தேகம். நம்ம பேசுறது எவனோ நடுவுல ஒட்டு கேட்கறான்னு நினைக்கிறேன் நான். ശരിയാണ്, ഇത് അവൻ തന്നെയായിരിക്കും. ഒരു പീറ വയർലെസ് സെറ്റും വെച്ച് അവൻ നമ്മളെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. മിസ്റ്റർ മനു, പേടിച്ചു പോയി അല്ലേ? നീ ആരാണെന്നും എവിടെയാണെന്നും ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളെ കുറിച്ചൊരു ചുക്ക് നിനക്കറിയില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഒരിക്കൽ നീ ഒന്ന് ഇടപെട്ടു, അനുഭവോർമ്മയുണ്ടല്ലോ. അന്ന് നിന്റെ അച്ഛനെ ഞങ്ങൾ കൊന്നു. മര്യാദയ്ക്ക് ജീവിച്ചു. ഇല്ലെങ്കിൽ നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ചു കളയും. ഓടാ പട്ടി! എന്റെ അച്ഛനെ കൊന്ന നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ. വിഗ്രഹങ്ങളും കിരീടവും ഒക്കെ നീ നാളെ തന്നെ വിൽക്കും അല്ലടാ? വിൽക്കുവടാ? ഇല്ലടാ, 24 മണിക്കൂറിനകം നിന്നെയും നിന്റെ കൂട്ടരെയും ഞാൻ അകത്താക്കും. നമുക്ക് കാണാം. ആളെ അറിയാൻ, പടം വരയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് പറ്റിയിട്ട് പ്രസ്ഥാനേ എന്റെ സ്വഭാവം മാറും. ഇടിക്കും ഞാൻ. എന്റെ ഇടി എന്ന് പറഞ്ഞാൽ ഫാനത്തിന് ഇടി പോലെ. അല്ല, നിനക്കറിയാമല്ലോ. എന്താടോ ഒരു കള്ളലക്ഷണം? വാ. എന്തിനാ ക്രയോൺസും പേപ്പറും പടം വരയ്ക്കാനാ? എന്ത് പടം? ആനയുടെ. ആ, വരച്ചു കഴിഞ്ഞ് എന്നെ കൂടെ കൊണ്ടുവന്ന് കാണിക്കണേ. എവിടെ? ഇത് ശരിയാവുന്ന ലക്ഷണമൊന്നുമില്ല. Mind your words. സോറി സോറി. Ready. ഇവനാ നേതാവ്. ഇവൻ തന്നെ ആള്. വേറെ 2 പേരും കൂടി ഉണ്ട്. അതാരാ? ആരെങ്കിലും ആയിക്കോട്ടെ, ഇനി ഒന്നും ആലോചിക്കണ്ട. ആളിവൻ തന്നെയാ. അതേന്നെ. നിനക്ക് വഴി അറിയോ? പുഴയുടെ അടുത്തുവരെ പോകാൻ എനിക്ക് വഴി അറിയാം. അവിടെ നിന്ന് അങ്ങോട്ടാ ഒരു പിടിയില്ലാത്തത്. വള്ളത്തേക്കര അവരങ്ങ് പോയി. ഡാനി, 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 എന്താണ് അകത്ത് പരിപാടി? ഒന്നുമില്ല. എന്താടാ?
എവിടെ നീ വരച്ച ആന? അമ്പലത്തിലാ. അമ്പലത്തിലോ? എന്തിന്? ആരാട്ടിന് പോയി. എടാ, ഇവിടെ എന്തോ കള്ളത്തരം നടക്കുന്നുണ്ട്. എല്ലാത്തിനെയും പിടിച്ചോളാം. നിന്നോട് കൂടെ പറഞ്ഞ. ഈ ഉമേന്റിക്ക് എന്താ ഒന്നും പഠിക്കാനില്ലേ? ഇതെന്തൊരു കോളേജ്? എന്താ ഏട്ടാ? ആരാ വന്ന നോക്കിയേ? ആ, ഞാനാടൂ. ആ, ഇതെന്താ രാവിലെ ക്രിക്കറ്റ് ബാറ്റും ഒക്കെ ഇട്ട്? ഇതാർക്കാ? ഇവിടുത്തെ പിള്ളേർക്ക് അവരെന്നും പരാതിയാ. രാവുണ്ണി ഞങ്ങൾ വലിയ എക്സ്പേർട്ടൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് എന്താ ഫോറിൻ ബാറ്റും ബോളും കൊണ്ട് തരാത്തത്? ഇനി പരാതിയില്ലല്ലോ. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ മോളെ? ആ പിള്ളേരെ ഇംഗ്ലീഷ് അവന്റെ മുഖം കണ്ടില്ലേ? അസല് കള്ളന്റെ മുഖം തന്നെ. ആളുകളെ കൊല്ലുന്നവനാ. ഞാനൊരു കാര്യം പറയാം. ഏതായാലും ആ പുഴക്കര വരെ ഒന്ന് പോവാം. വഴി നിനക്കറിയാമല്ലോ. അറിയാം. ഡാനി, ഡാനി, എടാ ഡാനി, കഥ തുറക്കടാ. ഡാനി, മാറടാ. എന്താടാ? ഇതിനകത്ത് ഞാൻ കാലത്തോടെ ശ്രദ്ധിക്കുക. എല്ലാത്തിനും മുഖത്തൊരു കള്ള ലക്ഷണം. ഓരോന്നിന്റെ മോന്ത കണ്ടില്ലേ? ആറാട്ടിന് പോയാലും തിരിച്ചു വന്നോടാ. ദേ, ടൗണിയേട്ടൻ വിളിക്കുന്നു. ബാറ്റും ബോളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാരായത്? അവ എനിക്കറിയില്ല. ഇക്രു വരച്ചതാ. ആ, ഇതാരായി വന്നേ? എന്താ അവിടെ നിൽക്കുന്നത്? വാ വന്നേ, വാ. മോനിങ് വന്നേ. കരണ്ട കരണ്ട. ഇത് കണ്ടോ ബാറ്റും ബോളും? വാ. ഒന്നാന്തരം ഫോറിൻ ബാറ്റാ, അസൽ ഇംഗ്ലീഷ്. 4 പേർക്കും ഓരോന്ന്. മോളെ, ഇതൊന്നും എടുത്തു കൊടുക്കും. ഇഷ്ടപ്പെട്ടോ? ആ, ഇതാരാ വരച്ചത്? പിന്നെ എന്തിനാ നീ വരച്ചേ? കണ്ടിട്ട് നല്ല മുഖപരിചയുണ്ട്. എന്നാ ഞാനും ഒന്ന് കാണട്ടെ വിക്രമോന്റെ ചിത്രകല. മനു പറഞ്ഞത് ശരിയാ. ഞാനും ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് ഓർക്കുന്നില്ല. കൊച്ചുകുട്ടിയാണെങ്കിൽ ഇക്രു നന്നായി വരയ്ക്കുന്നുണ്ട്. സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. എനിക്ക് കന്യാകുമാരി വരെ പോയി ഒരു പാർട്ടിയെ കാണണം. കുറച്ച് കാശിന്റെ കാര്യത്തിനാ. മനു വരുന്നോ? അയ്യോ, ഞാനെന്തിനാ വരുന്നത്? ചേട്ടൻ ഞായറാഴ്ച കളിക്കാൻ പറ്റും. പിന്നെ എങ്ങോട്ടാടാ? എങ്ങോട്ടുമില്ല.
ഇന്നത്തെ കളി വീട്ടിനകത്ത് മതി. അതിന് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. ആ അതാ നല്ലത്. എന്താ തേങ്ങ ചിരണ്ടാണോ? അത് പിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ? ഞാൻ വിചാരിച്ച് കറിക്കരിയാണെന്ന്. കാതരെ കാതരെ വന്നേ. ഇത് കൊള്ളാമല്ലോ. ഇനിയിപ്പോ നിക്കറിടേണ്ട ആവശ്യമില്ലല്ലോ. ആഹാ കൊള്ളാമല്ലോ. എങ്ങനെയുണ്ട്? പിന്നെ നന്നായിട്ടുണ്ട്. കരഞ്ഞു. ഒരു രക്ഷയുമില്ല. 2 വാതിലും കാവൽ. വാഴക്കലാൻഡി അടുക്കല്ല ഭൂതം. ഇനി എന്ത് ചെയ്യും? ഞാനേ അടുക്കള ചെന്നൊരു പണി ഒപ്പിക്കാം. ഉമ്മയാൻറ്റി ഓടി അടുക്കളയിലേക്ക് വരും. ആ സമയം കൊണ്ട് നിങ്ങൾ 4 പേരും ഉമ്മറവാതിലൂടെ ഓടി രക്ഷപ്പെട്ടോളണം. അതെന്ത് പണി? അതൊക്കെ ഉണ്ടടാ. ഫാനത്തിനാണോ പണിയില്ലാത്തത്? ആരാത്? ഈ പണ്ടാരം പൊട്ടിയില്ലെങ്കിലോ? ഈശോ മറിയ ഔസേപ്പേ. ചെക്കൻ എവിടെയാണോ? ചേട്ടൻ ഇന്നിനെ കൊല്ലും. സാറവിടില്ല. രാവണേട്ടനോട് പോയി പുറത്തുപോയി കന്യാകുമാരി. അയ്യോ, ഒരു STD വിളിക്കണമായിരുന്നല്ലോ. വീട്ടിലെ ഫോണ് കേടാ. താക്കോലുണ്ടോ? താക്കോല്. അയ്യോ, ഉള്ളിയൊന്നും പറയത്തില്ല. ഇങ്ങോട്ട്. രാവണേട്ടനൊന്നും പറയത്തില്ല. ഞാനാന്ന് പറഞ്ഞാ മതി.
വഴി തന്നെയാണോ? എന്തെങ്കിലും കാണാമോ? ഇല്ല, മരങ്ങൾ മാത്രം. വഴി തന്നെയാണല്ലോ. ഇത് തന്നെ. ഇത് തന്നെയാ കൊള്ള സംഘം. ഇറങ്ങണ്ടാനി. പേടിയുണ്ടോ? എനിക്കോ? ഏയ്, പേടിയുണ്ടോടാ? നിനക്ക് പേടിയുണ്ടോ? ഇവനിപ്പൊ കരി. പേടിയുണ്ടോടാ? ഇല്ല. ഇറങ്ങാം. ആരെയും കാണുന്നില്ലല്ലോ. അകത്ത് ചിലപ്പോ ആള് കാണും. നമുക്കൊന്ന് പോയി നോക്കാം. വല്ലതും കാണുന്നുണ്ടോ? ഇവിടെ ആൾതാമസമില്ലെന്നാ തോന്നുന്നത്. ഡാനി, നമുക്ക് അകത്ത് പോയി നോക്കാം. ഓ, മോങ്ങണ്ട നേരം. ഇവിടെ ആൾതാമസമൊന്നുമില്ലെന്നാ തോന്നുന്നത്. ബോട്ടാരുടെ അകത്ത് ചിലപ്പോ ആള് കാണും. ഏതായാലും വാ നോക്കാം. ഡാനി, അകത്ത് ആളുണ്ട്. ഇനി എന്ത് ചെയ്യും? പോകാം. പോയി മനോഹർ വിളിച്ചു തരാം. അത് വേണ്ട, ആളാരാണെന്നൊന്നും അറിയാം. നടക്ക്. കേട്ടോ മിസ് തമ്പി, ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ പറഞ്ഞ വിലക്ക് ഇതെല്ലാം കൂടി തരാൻ പറ്റില്ല. വേണമെങ്കിൽ ഈ 2 വിഗ്രഹങ്ങൾ തന്നേക്കാം. കിരീടത്തിന് മാത്രം 10 ലക്ഷം, വാളിന് 15. വിഗ്രഹങ്ങൾ കൂടി ചേർത്ത് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ 2 ലക്ഷം കുറച്ച് തന്നേക്കാം. അത് വളരെ കൂടുതലാണ് ശ്രാവണി. ഈ കിരീടത്തിന്റെ ഒരു രത്നക്കല്ല് പറിച്ചു വിറ്റാൽ ഇതിനേക്കാൾ കൂടുതൽ കിട്ടും. ഞാൻ പിന്നെ കാശിന്റെ അത്യാവശ്യം കൊണ്ട് വിൽക്കുന്നേ ഉള്ളൂ.
ഗോമസ്. ഹലോ, തോമസ് ഹിയർ. എന്താ സാറുണ്ട്? എന്താ സാർ? ഹലോ, രാവുണ്ണി സ്പീക്കിംഗ്. മനു? അതെ, ശരി. ആകെ കുഴപ്പമായി. നമുക്ക് ഉടനെ ഇവിടുന്ന് രക്ഷപ്പെടണം. എന്ത് പറ്റി സാർ? നമ്മുടെ ഈ താവളം മനു മനസ്സിലാക്കി. അവൻ ഉടനെ ഇവിടെത്തും. മിക്കവാറും പോലീസ് കൂടെ കാണും. ആരായി മനു? അതൊക്കെ പിന്നെ പറയാം. തോമസേ, അവരവിട്ടിരിക്കട്ടെ, നിങ്ങൾ വാ. ശങ്കു, മനുങ്ങളും പോലീസും വരുന്നതിന് മുമ്പ് ഇവർ രക്ഷപ്പെട്ടാലോ? ഒരു പണിയുണ്ട്, ഇവരുടെ ബോട്ടിൽ നിന്നും കഴിച്ചൂടാ. കറക്റ്റ്, വാ. വാ. ചത്തോടാ. ഏയ്, ബോധം കെട്ട് കാണും. അതെ, അപ്പു, അപ്പു, എന്ത് പറ്റി? അപ്പു, എന്ത് പറ്റി? പിള്ളേരോ? ഏത് പിള്ളേര്? DSPയുടെ വീട്ടിലെ ആ തെണ്ടി ചെറുക്കനുണ്ട് കൂടെ. അവന് എന്നെ എറിഞ്ഞത്. അത് ശരി. അവൻ ഗോമസിന്റെ പടം വരച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു. എവിടെയാ അവര്? ഒരു സ്പീഡ് ബോട്ടിന്റെ ശബ്ദമല്ലേ? അതെ, അത് അവൻ തന്നെ ആയിരിക്കും, മനു. മനുണ്ട്. ഞാൻ തന്നെടാ രാവുണ്ണി, നിന്റെ ഫാമിലി ഫ്രണ്ട്. നീ ഇന്നലെ വയർലെസ്സിലൂടെ എന്നോട് എന്താ പറഞ്ഞത്? 24 മണിക്കൂറിനുള്ളിൽ എന്നെയും എന്റെ ആൾക്കാരെയും പിടിക്കുമെന്ന് അല്ലടാ? 24 മണിക്കൂറാകാൻ ഇനിയും സമയമുണ്ട്. പക്ഷേ അതുവരെ നീ ജീവിച്ചിരിക്കണ്ടേ? ഏതായാലും നീ വന്നത് നന്നായി. നീ വരുന്നതിന് മുമ്പ് നിന്റെ മരുമക്കൾ ഇവിടെ എത്തി. കുട്ടികളോ? അവരെ ഒന്നും ചെയ്യരുത്. ഞങ്ങൾ ആരെയും ഒന്നും ചെയ്യുന്നില്ല. അമ്മാവനെയും മരുമക്കളെയും ചേർത്ത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. സമയമില്ല.
നീ പോലീസിന് ഫോൺ ചെയ്തിട്ടായിരിക്കുമല്ലോ പോകുന്നത്. ഗോമസേ, ഡാനി, നിക്കൂ. 10 വരെ ഞാൻ എണ്ണും. അതിനുള്ളിൽ ഇറങ്ങി വന്നില്ലെങ്കിൽ മനുവിനെ ഞങ്ങൾ കൊല്ലും. 1 2 3 4 5 ഡാനി, 6. ഇറങ്ങി വരരുത്. എവിടെ ഉണ്ടെങ്കിലും ഇറങ്ങി വരരുത്. രക്ഷപ്പെട്ടോളൂ. 7 ഡാനി, ചങ്കു, ഇറങ്ങി വരരുത്. രക്ഷപ്പെട്ടോളൂ. എവിടെ ഉണ്ടെങ്കിലും ഇറങ്ങി വരരുത്. 8 9 കുരുത്തക്കെട്ടോമാരെ, എവിടാണോ ഒളിച്ചിരിക്കുന്നത്? ഇറങ്ങി വാടാ. സറണ്ടർ, സറണ്ടർ. ഇവിടെയൊന്നും ആരും ഇല്ലല്ലോ സാർ. അറിയാമോ? അറിയാം. മിന്നൽ പ്രതാപൻ എല്ലാം അറിയാം. കർമ്മനിരതനും സത്യസന്ധനുമായ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. വെറും ഒരു പോലീസ് കോൺസ്റ്റബിൾ. എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. ഇരിടാ അവിടെ. സറണ്ടർ, സറണ്ടർ. വീഴാൻ കണ്ടൊരു സമയം. സാർ, എന്നെ രക്ഷിക്കണം സാർ. ഇന്നാ താൻ എങ്ങനെങ്കിലും അങ്ങ് എത്തിക്കോ. Everybody be careful. ഒറ്റയൊരുത്തൻ രക്ഷപ്പെടാൻ പാടില്ല. കഴിഞ്ഞ വർഷം എനിക്ക് നഷ്ടപ്പെട്ട ധീരതയ്ക്കുള്ള അവാർഡ് ഈ വർഷം ഞാൻ നേടിയെടുക്കും. ചാർജ്. വെള്ളത്തിൽ പോയെന്ന് വിചാരിച്ച് മിന്നൽ പ്രതാപന്റെ വീര്യമൊന്നും അലിഞ്ഞു പോകത്തില്ലടാ. അറ്റാക്ക്. ഒന്ന് വേഗം മാടോ. വരട്ടെന്നാടാ. വന്ന് പിടിക്കണോ? മിന്നൽ പ്രതാപനായിട്ട് ഓടിക്കരുത്.
വാടാ കളിക്കാതെ കേറണോ അയ്യോ കൊള്ളാം ഇറങ്ങടാ പോടാ ഇറങ്ങാൻ പോടാ ഇറങ്ങി വേടാ പോടാ ഇറങ്ങി വരാൻ പോടാ എടാ ഇറങ്ങി വരാൻ നീ പോടാ Hands up! പതുക്കെ, പതുക്കെ. Hands up! നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും ഇറങ്ങി വേടാ ഒന്ന് പോടാ വാടാ എറിയടാ എറിയാൻ ആ എയിം ചെയ്തെറിഞ്ഞോ അവന്റെ തിരുനെറ്റിക്ക് തന്നെ കൊള്ളണം എടാ എറിയാൻ എറിയടാ നല്ല അസലേറായിരുന്നു ബോള് ചപ്പാത്തി പോലെ ആയി പോയി ഇനി നീ മരത്തിൽ കയറും നിനക്കെല്ലാം കളിക്കാൻ പോലീസിനെ കിട്ടിയുള്ളൂ അതും എന്നെ ഞാൻ ആരാന്ന് അറിയടാ നീ എല്ലാം അങ്ങ് ജയിലിലോട്ട് വന്നേക്ക് നിന്റെ എല്ലാം ഭാര്യയെല്ലാം ഓരോന്നായിട്ട് വരും എന്നിട്ട് ജയിലിന് അഴിയിടും നടക്കടാ ടെററാണ് ഞാൻ ടെറർ ബൈ മിസ്റ്റർ മനു Mr. Manu.